നമസ്കാരം. ഒരുപാട് മാറ്റങ്ങൾ എല്ലാ മേഖലയിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സാങ്കേതികമായിട്ട് നമ്മളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് AI ആണ്. ഈ AI കാലഘട്ടങ്ങളിൽ AI കയറി വരാത്ത മേഖലകൾ വളരെ കുറവാണ്. ടെക്നിക്കലി സാങ്കേതികമായി ഏറ്റവും നല്ലൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എന്നെ പോലുള്ളൊരു വ്യക്തിക്ക്, നിങ്ങൾക്കും അങ്ങനെയാകും പല ആളുകൾക്കും, ഒരു സംശയം ഉണ്ടാകും. ഇത് AI ഫോട്ടോ ആണോ അതോ യഥാർത്ഥത്തിലുള്ള ഫോട്ടോ ആണോ? നിസ്സാരമായൊരു കാര്യമല്ല അത്. ഒരു ഫോട്ടോഗ്രാഫർ വളരെ ബുദ്ധിമുട്ടി സാങ്കേതിക തികവുള്ള ഒരു ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ സാങ്കേതിക തികവ് കാരണം അതിൻ്റെ മുകളിൽ വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ സത്യം പറഞ്ഞാൽ മരിക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതെയാവുകയാണ്, പ്രാധാന്യം നഷ്ടപ്പെടുകയാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പല ഫോട്ടോകളും നിങ്ങൾ അറിയുന്നുണ്ടോയെന്നറിയില്ല, പലതും AI എഡിറ്റഡാണ്. ഫോട്ടോഗ്രാഫർ എടുക്കുന്ന സമയത്തുള്ളതല്ല ആ കാണുന്ന ഫോട്ടോ. അപ്പോൾ ഒരു AI ടൂള് നിങ്ങളുടെ ഫോട്ടോയെ ഭംഗിയാക്കുന്നു എന്നുള്ള കാര്യം അവിടെ ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ആ അറിവില്ലായ്മ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ മാറും. കാരണം നിങ്ങൾ ഏത് ഫോട്ടോയും ഒരു ഫോണിലെടുത്താൽ പോലും അത് ഭംഗിയായി സാങ്കേതികമായി മികവുള്ള ഒരു ഫോട്ടോ ആക്കാൻ നല്ല ഒരു പെയ്ഡ് വേർഷനായിട്ടുള്ള ഒരു AI ടൂൾ ഉണ്ടായാൽ മതി. അവിടെയാണ് ഫോട്ടോഗ്രാഫിയിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇടപെടാനുള്ള ഒരു വെല്ലുവിളി വരുന്നത്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് സാങ്കേതിക തികവുള്ള ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതിനപ്പുറം ആ ഒരു സമയത്തെ ഫ്രീസ് ചെയ്യുക എന്നുള്ളതിലേക്കാണ് ഇന്ന് കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഏത് ടൂൾ ഉപയോഗിക്കുന്നു, ഏത് ക്യാമറ ഉപയോഗിക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കാറില്ല. ഒരു 10 വർഷം മുമ്പ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതായിരുന്നില്ല. ഇതേതാ ക്യാമറ, ഇതേതാ ലെൻസ് എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരന്നുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളോട് ഏതാ ക്യാമറ എന്നൊന്നും ചോദിക്കുന്ന ആളുകളില്ല. മറ്റ് പല മേഖലകളിൽ കൂടിയാണ് ഒരു നല്ല ഫോട്ടോ ജനിക്കുന്നത് എന്നുള്ള ധാരണ ഇന്നത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ AI കാലത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ കാണുന്ന എത്ര ഫോട്ടോകൾ ഒറിജിനലാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. ആ ഒറിജിനലായ ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്ന ഫോട്ടോഗ്രാഫർ എത്ര അധ്വാനിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. സാങ്കേതിക തികവിനൊപ്പം തന്നെ മനോഹരമായ മൊമെൻറ്റുകൾ കൂടി കടന്നു വരുന്ന ഫോട്ടോകളായിരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ കയറുക. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇമോഷണലി നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് വന്ന ഒരു സംഭവത്തിൻ്റെ ഒരു മൈക്രോ സെക്കൻഡ് ആയിരിക്കുക. അതാണ് ആ ഫോട്ടോഗ്രാഫർ നിങ്ങൾക്ക് തരുന്നത്. അയാൾ ആണ് ഇനി ഫോട്ടോഗ്രാഫർ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത്. ഒരു 3 വർഷങ്ങൾക്കപ്പുറം നിങ്ങൾ തിരയുന്നത് വ്യത്യസ്തമായ സാങ്കേതിക തികവുള്ള ഫോട്ടോഗ്രാഫറെയല്ല, ഇമോഷണലി നിങ്ങളുമായി കണക്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫറെ ആയിരിക്കും. അവിടെയാണ് ശരിക്കും ഫോട്ടോഗ്രാഫർ തുടങ്ങുന്നത്. ഇതുവരെ ക്യാമറയായിരുന്നു ലീഡ് ചെയ്തിരുന്നത് എങ്കിൽ ഇനി അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ആ ഫോട്ടോഗ്രാഫർക്ക് നന്നായി ആശയങ്ങളുള്ള ആളായിരിക്കണം, നിങ്ങളെ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം, നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുന്നതിനൊപ്പം തന്നെ നിങ്ങളെ ഏറ്റവും വ്യത്യസ്തമായ മൊമെൻറ്റുകൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറുള്ള ആളായിരിക്കണം. ആ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് ഞാനും നോക്കിക്കാണുകയാണ്. താങ്ക് യു.